ബിസി കിച്ചൺ. എന്തോന്നുണ്ടാക്കണ? പാനിപൂരിയാ? പാനിപൂരി കഴിക്കാൻ എല്ലാവരും അസംബിൾ ചെയ്തിരിക്കും. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എങ്ങനെയുണ്ട്, വോമിറ്റിംഗ് ഒക്കെ കുറവുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം എനിക്ക് വോമിറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ കുറവുണ്ട്, നേരത്തെ കാളിലും കുറവുണ്ട്. Hey guys, welcome back to my YouTube channel. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. സോ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. ചേട്ടനൊരു ഫിലിമിൻ്റെ ഷൂട്ട് ആയതുകൊണ്ട് ചേട്ടൻ എറണാകുളത്താണ്. സോ ഒരു 5-6 ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നേക്കുവാണ്. അച്ഛനും അമ്മയും അപ്പച്ചനും അമ്മാമ്മയും അനിയത്തിയും എല്ലാവരും ഉണ്ട്. സോ എല്ലാവരും താഴെയാണ്. അപ്പം എനിക്ക് ഇച്ചിരി ലേറ്റായി പോയി. അപ്പം നമുക്ക് നേരെ താഴോട്ട് പോകാം. എണീറ്റ ഉടനെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കും. 12.5 ആണ്. കാരണം ഇപ്പം എനിക്ക് തൈറോയിഡിൻ്റെ ചെറിയൊരു ബോർഡർ ലൈൻ ഉണ്ട്. പിന്നെ ആസ് യൂഷ്വൽ വെള്ളം കുടിക്കും. അപ്പം രാവിലെ പത്രം വായിക്കണം. ബിസി കിച്ചൺ. എന്തോന്നുണ്ടാക്കണ? പാനിപൂരിയാ? സെറ്റ്. എന്താ നമ്മ ഉണ്ടാക്കണ? സ്പെഷ്യൽ എന്തോന്നു? ചിക്കൻ കറിയാ? ചിക്കൻ കറി, ചിക്കൻ സ്റ്റൂ, ചിക്കൻ കറി. ഓഫ്, അടുപ്പിൽ എന്തോ ഇരിപ്പുണ്ടേ. ഇത് കരിപ്പൊട്ടി. ഇതെന്തോ കറിയാണ്, എനിക്കറിഞ്ഞൂടാ. പുളി. ഓക്കെ. പാനിപ്പൂരി. ഞാൻ പോയി കഴിക്കട്ടെ ഫുഡ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ്. കറി എന്താ? പൊട്ടാറ്റോ കറിയാണ് കേട്ടോ. ഗൈസ്, ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട് ചെമ്പഴന്തിയാണ്. അപ്പോൾ വലിയ ദൂരമൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും വീട് തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. പക്ഷെ ചേട്ടൻ ഇപ്പം സിനിമ ഷൂട്ടിങ്ങിന് പോയേക്കുവാണ്. സോ ആ ഒരു ടൈം നോക്കി ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്ന് നിൽക്കുവാണ്. ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ചധികമായി. പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയ ശേഷം ഇതുവരെ വന്ന് നിൽക്കാൻ പറ്റിയിട്ടില്ല. സോ ഈ ഒരു അവസരം നമ്മൾ പാഴാക്കാൻ പാടില്ലല്ലോ. സോ ചേട്ടൻ പോയ അടുത്ത ദിവസം തന്നെ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. ഗൈസ്, ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 3 months ആവാറായി. നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും, February 14 ആകുമ്പോഴത്തേക്കും എനിക്ക് കറക്റ്റ് 3 months ആവും. അപ്പോൾ നെക്സ്റ്റ് ചെക്കപ്പ് വരുന്നത് February 14 അപ്പോൾ അതാണ് 3 months ചെക്കപ്പ് വരുന്നത്, സ്കാനിങ്. അപ്പോൾ അതിന് ഇനി പോകണം നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ചേട്ടൻ അതിന് മുന്നേ വരും. ചേട്ടൻ നെക്സ്റ്റ് വീക്ക് ചേട്ടൻ ഒരു 3 ദിവസം കൂടെ കഴിയുമ്പോൾ വരും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരുമിച്ച് ചെക്കപ്പിന് വേണ്ടി പോവും. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എങ്ങനെയുണ്ട്, വോമിറ്റിംഗ് ഒക്കെ കുറവുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ എനിക്ക് വോമിറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ കുറവുണ്ട്, നേരത്തെ കാലം കുറവുണ്ട്. കാരണം നേരത്തെ ഒരുമാതിരി വോമിറ്റിംഗ് മാത്രമായിരുന്നു, അതായത് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, അതായത് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ളൊരു വോമിറ്റിംഗ് ആയിരുന്നു. അതായത് ഇപ്പോൾ വോമിറ്റ് ചെയ്യും, കുറച്ച് കഴിഞ്ഞ് പിന്നെയും വോമിറ്റ് ചെയ്യും. കറക്റ്റ് നമ്മളൊരു നൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 7 times എങ്കിലും നമ്മൾ മിനിമം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ഇല്ല. കാരണം ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു 3 days once ഒരു പ്രാവശ്യം വോമിറ്റ് ചെയ്യും. അത് ഒരു തവണ നമുക്ക് ഒരുപാട് ക്ഷീണിക്കില്ല നമ്മളത് വോമിറ്റ് ചെയ്തിട്ട്. കാരണം ഹെൽത്തി ആയിട്ട് ഒരു വട്ടം വോമിറ്റ് ചെയ്യും. വോമിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വോമിറ്റ് ചെയ്യുമ്പോൾ ഒരു ഇതാണെങ്കിലും വോമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ആശ്വാസമാണ്. അപ്പം നേരത്തെ അത്ര വോമിറ്റിംഗ് ഇപ്പോൾ ഇല്ല. ഭാഗ്യം കൊണ്ട്. ഇന്നലെ ഞാൻ വോമിറ്റ് ചെയ്തിട്ടില്ല, ഇന്നും വോമിറ്റ് ചെയ്തില്ല. ലാസ്റ്റ് ആയിട്ട് വോമിറ്റ് ചെയ്തത് മെനിഞ്ഞാന്നായിരുന്നു. അപ്പോൾ ഒരു 3 days ഗ്യാപ്പാണ്. അപ്പം മിക്കവാറും ഇനിയിപ്പോൾ നാളെ വോമിറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ തീർന്നോ? പൂരി കൂടെ കുടിച്ചു. ഇവിടെ പൂരി കൂടെ. അമ്മ ചിക്കൻ കറിയാണ് ഉണ്ടാക്കണ, ചിക്കൻ സ്റ്റൂ ആണോ അമ്മ? എനിക്ക് സ്റ്റൂ. അയ്യോ, പാനിപൂരി എല്ലാം ഹോം മെയ്ഡ് ആണ്. കുക്കും എല്ലാ സാധനം മാറ്റിട്ടുണ്ട്. ഏകദേശം എല്ലാം റെഡി ആയില്ലേ? പൂരിയും കൂടെ ഉണ്ടാക്കി. ഈ സാധനം കൂടെ ഒന്ന് പൊരിച്ചാൽ മതി. അപ്പം പാനിപൂരി റെഡി. ചൂടാവേ. ഓരോന്നിട്ടുണ്ടടി. ഹായ് പാനിപൂരി. നോക്കമ്മ. ആദ്യത്തത് മാമു പൂരി എടുത്ത് പൊട്ടിക്കുക. വേറെന്തൊക്കെ? ഇനി ഇതില് ഈ പാനി വയ്ക്കാം. പാനിപ്പൂരി കഴിക്കാൻ എല്ലാരും അസംബിൾ ചെയ്തിരിക്കും.
ഉച്ചക്ക് ചോറിന് പകരം ഇതാണ്. ഇഡ്രി കൊള്ളാമോ? പാനിപ്പൂരി നോക്കിയാണ് 3 പേരും കൂടെ. അതേപടി വായിക്കത്തിട്ടോ. ദഹിപൂരി. ഡെങ്കിപ്പനി അല്ല, ദഹിപൂരി. ഓക്കെ, ഇത് നീ കഴിച്ചോ കണീര്. കൊള്ളാമോ? ദഹിപൂരി എടുത്തോട്ട് ഇനി പപ്പിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. കുക്ക് പറയാണ്, ഞാൻ ഉണ്ടാക്കിയോണ്ടല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഹിന്ദിക്കാർക്ക് മാത്രമല്ല നമുക്കും അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാം അല്ലേ കുക്കു? പിന്നല്ല, കുക്കുവിന് ഹിന്ദിക്കാരനെ കൊണ്ട് കെട്ടിക്കാം, അതാകുമ്പോൾ കുഴപ്പമില്ല. വൈകുന്നേരം ഇവിടെ ചെറിയ കട ഇടാന്ന്, പാനിപൂരി കട. പാനിപൂരിയും പിസ്സ കടയും. എല്ലാം തീർന്ന് അവസാനം ചോറില്ല. എത്ര കഴിച്ചമ്മ? പാത്രം കഴിയും. അപ്പൊ ദഹിക്കുമല്ലോ. ഇത് കൊച്ചിന് വയ്യ, ഫുഡ് കഴിച്ച് തളർന്നിരിക്കുകയാണ്. അമ്മ എനിക്ക് വയ്യ, അമ്മ പാത്രം കഴിയാൻ വയ്യെന്നാണ് പാത്രം കഴിയും. വയറ് നിറഞ്ഞു. പാനിപ്പൂരി മൊത്തം കഴിച്ച് വയറ് നിറഞ്ഞു. പോയി ഫുഡ് കഴിയും. അത് പാത്രം കഴിയും. ഇല്ല, ഞാൻ കൊച്ചു. ഇനി നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു സിനിമയൊക്കെ കാണണം. കാരണം വയറ് നിറഞ്ഞു പോയല്ലോ, അപ്പം റെസ്റ്റാണ്. അല്ലെങ്കിലും റെസ്റ്റാണ് എനിക്കിവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ബാത്തബ് ഉണ്ട്. അപ്പം നമുക്ക് പണ്ടത്തെ ഭയങ്കര ആഗ്രഹമായിരുന്നു ബാത്തബിൽ കുളിക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ റിസോർട്ടിലൊക്കെ പോയപ്പം കുളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇതുവരെ വീട്ടിലില്ലല്ലോ സംഭവം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ബാത്തബ് ഉണ്ട്. അപ്പം അത് ഫുള്ള് വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തൊട്ട് താഴത്തെ മുറിയിലാണ് ബാത്തബ്. അപ്പം ഞാൻ ഈ റൂം എല്ലാം കാണിച്ചു തരാം. അപ്പോൾ അതിലിനി വെള്ളം നിറയ്ക്കണം. അപ്പോൾ ഏതായാലും വെള്ളം നിറയ്ക്കാൻ ഏകദേശം എത്ര മണിക്കൂർ എടുക്കും? 1.5-2 മണിക്കൂർ എടുക്കും ഫുള്ള് നിറയ്ക്കാൻ. അത് കുറച്ച് വെള്ളം വരണോണ്ട്, കുറച്ച് വെള്ളം വരുള്ളൂ. സോ അതുകൊണ്ട് ഒരു 2 മണിക്കൂർ എടുക്കും ഏകദേശം നനയ്ക്കാൻ. അപ്പൊ നമ്മൾ അതിന് മുന്നേ കണക്ക് കൂട്ടി വെള്ളം നിറച്ച് വെച്ചാലേ നമുക്ക് കറക്റ്റ് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാല് ബാത്തബി കുളിയാണ്. കാരണം നമ്മുടെ രണ്ടുപേരുടെയും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കുഞ്ഞിലത്തെ ഈ ബാത്തബിൽ കിടന്ന് കുളിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാല് ബാത്തബി കുളിയാണ്. പിന്നെ ഇവിടെ അനിയത്തി ഉള്ളതുകൊണ്ട് എനിക്ക് എന്നും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി തരും. ഇന്ന് പാനിപ്പൂരി ആയിരുന്നു. ഇന്നലെ നമ്മൾ എന്തുണ്ടാക്കിയത്? ബ്രെഡ് പിസ്സയാണ് ഉണ്ടാക്കിയത്. അപ്പൊ അതിന്റെ ഷോർട്സ് എടുത്തിട്ടുള്ളൂ, ഫുൾ വീഡിയോ അല്ലാതെ എടുത്തിട്ടില്ല. ഇനി നാളെ നമ്മൾ നഗറ്റ്സ് ഉണ്ടാക്കും. അങ്ങനെ ഓരോ ദിവസവും സ്പെഷ്യലാണ്. അനിയത്തി ഉള്ളതുകൊണ്ട് അവളാണ് ഫുള്ള് ചെയ്തു തരുന്നത്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാല് ബാത്തപ്പാണ്. അപ്പൊ ഓൾറെഡി കുക്കു ബാത്തപ്പൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സ്പെഷ്യൽ. കുറെ നാളെ ബാത്ത് പിടിച്ചേറ് പിടിച്ചേ അതൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിയും. ഇവിടെ തല അവിടെ കാര്യം. തണുത്തുള്ളതായിരുന്നു അടിപൊളി. അങ്ങനെ വർഷങ്ങളായിട്ട് വീട്ടില് ബാത്തബ് വെച്ച് കുളിക്കണം എന്നാണ് ആഗ്രഹം. സാധിച്ചു അല്ലേ? നൈറ്റിലെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അപ്പവും ചിക്കൻ സ്റ്റൂവും പിന്നെ ഒരു പീസ് ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല, കാരണം വയറ് അറിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ രാത്രി നല്ല ലാവിഷായിട്ട് കഴിക്കാൻ പോകുന്നു. കുറേ നാളായി ചിക്കൻ സ്റ്റൂ കഴിച്ചു. ചിക്കൻ്റെ ഫേവറേറ്റ് ആണ് ചിക്കൻ സ്റ്റൂ. അമ്മ വെക്കണ ചിക്കൻ സ്റ്റൂ ആണ് ഫേവറേറ്റ്. ദം വെച്ചതാണ്. അടിപൊളി ചെറിയ
ആക്രാന്തം. കുറേ നാളായി ചിക്കൻ ഫ്രൈ കഴിച്ചിട്ട്, ഒരുപാട് നാളായി. ചിക്കൻ ഐറ്റം തന്നെ കഴിച്ചിട്ട് കുറേ വോമിറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് കഴിക്കാം. ഇല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. ഗൈസ്, അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, മരുന്നൊക്കെ കഴിച്ചു, ഫുൾ സെറ്റാണ്. അപ്പോൾ ഇനി ഉറങ്ങിയാൽ മതി. ഒന്നും ഉറങ്ങൂല, ഇപ്പൊ കിടക്കും. ഒരു 2-3 മണി എന്തായാലും ഉറങ്ങാം. അത് കറക്റ്റാണ്. ഏകദേശം അത്രയാവും. ക്ഷീണമുണ്ട്, പക്ഷെ കിടന്നാലും ഉറക്കാൻ പറ്റത്തില്ല. അപ്പൊ ഏകദേശം ഒരു 1:30 ഗൈസ്, വെറുതെ സീരീസും കണ്ട് കിടക്കും. 1:30-2 മണിയാവും കിടക്കാൻ. ഓക്കെ, എന്നാലും ഇപ്പൊ മാക്സിമം ഇപ്പൊ നേരത്തെ കാട്ടിലും കുറച്ചുകൂടി പെട്ടെന്ന് ഉറങ്ങും. നേരത്തെ 6 മണിയായിരുന്നു, അത് പിന്നെ 4 മണിയായി. ഇപ്പൊ ഒരു 2-3 മണിയായിട്ടുണ്ട്. അപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. 6 മണി 2 മണിയായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരയ്ക്കും. ബൈ ബൈ.